ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വലിയ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ അനിയത്തിയും നാത്തൂനും വരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ കുറേ നാളായി അവർ വന്നിട്ട്. അപ്പോൾ ഏതായാലും നെയ്ച്ചോറ് ഇറച്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനിയത്തിക്ക് ബേക്കറി ഉള്ള കാരണം പോയി വരാനൊന്നും പറ്റൂല. പിന്നെ നാത്തൂന് ജോലിയുണ്ട്. അപ്പൊ ഇവിടെ അടുത്തുള്ള ആങ്ങളന്റെ മോള് പ്രസവിച്ചെടുക്കണാണ്. അപ്പൊ അവളെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പൊ അവിടെ കാണാൻ കൂടിയാണ് അവര് വരുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു നെയ്ച്ചോറും ബീഫ് കറിയും വെക്കാന്ന്. അവർക്ക് നെയ്ച്ചോറും ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ് ട്ടാ. അപ്പൊ ഞാൻ എന്റെ നെയ്ച്ചോറ് വെച്ച് പിന്നെ ബീഫ് കറി ഇക്കാണ് ഉണ്ടാക്കിയത് ട്ടാ. ഇക്കാന്റെ ബീഫ് കറി അടിപൊളിയാ. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ബീഫ് കറി വെച്ചിട്ടുണ്ട്. പിന്നെ കച്ചമ്പറ് ഉണ്ടാക്കണം, പപ്പടം വറക്കണം. അപ്പൊ നാരങ്ങ കലക്കി ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. കുളിക്കാൻ പോയ ടൈമിനാണ് അവര് വന്നത്. അതുകൊണ്ട് വന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ മോനെളുപ്പം തന്നെ നാരങ്ങളൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മളുടെ ഭക്ഷണം കഴിക്കാനിരിക്കണാണ്. അപ്പൊ നാത്തൂനാട്ട ചോറ് വിളമ്പണത്. അപ്പൊ ഇവരൊക്കെ വരുമ്പോ മനസ്സിന് നല്ല സന്തോഷമാണ്. കാരണം കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോ സമയം പോണത് അറിയൂല. നാത്തൂനും അനിയത്തിയാണെങ്കിലും നമ്മ നല്ല ഫ്രണ്ട്സ് ആണ് ട്ടാ. എവിടെ പോകണമെങ്കിലും നമ്മ ഒരുമിച്ച് പോകുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ അവര് ടൂ വീലറിലാണ് വന്നത്. അപ്പൊ 3 പേർക്കും കൂടി പോകാൻ പറ്റൂലല്ലോ. അപ്പൊ ഇക്കാനെ വിളിച്ചു. എന്നിട്ട് കൊച്ചിന് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഡ്രസ്സ് എടുക്കണ കടയിൽ കയറിയപ്പോ വീഡിയോ എടുത്തില്ല ട്ടാ. പിന്നെ സാധനങ്ങൾ മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി. അപ്പൊ ഇക്ക കൊണ്ടുവന്ന് അവിടെ ആക്കി തന്നിട്ട് പോയിട്ടാ ഓടാനായിട്ട്. അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോണേണ്. അപ്പൊ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കൊച്ചിന്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ, ചെറുതല്ലേ. അപ്പൊ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് നമ്മള് ചായ ഒക്കെ കുടിച്ച് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന്. അപ്പൊ അവര് ഫ്രഷ് ആയിട്ട് കൊച്ചിയിലേക്ക് പോണേണ്. അപ്പൊ ഇവര് പോകുമ്പോ പിന്നെ ഒരു വിഷമമാണ്. എനിക്ക് അങ്ങനെയാണ്. നല്ല ഫ്രണ്ട്സാണ്. നമ്മ 3 പേരല്ല കേട്ടോ, പിന്നെ വേറെ അനിയത്തിമാരൊക്കെ ഉണ്ട്. എല്ലാരും നല്ല ഒരു മൈൻഡാണ്. അപ്പൊ അനിയത്തിയൊക്കെ ആയിട്ട് അനിയത്തിമാരായിട്ട് മുമ്പ് ഒരു ടൂർ പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ടൂർ പോകാന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല സ്ഥലം നോക്കിയിട്ട് ടൂർ പോകാം. അപ്പൊ അതും വീഡിയോ ഞാൻ എടുക്കാട്ടോ. അപ്പൊ ഇങ്ങനെ കസിൻസിനെയൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോ നല്ലൊരു വൈബാണല്ലോ, അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ കസിൻസിനായിട്ടൊക്കെ ടൂർ പോകുന്നത്? അപ്പൊ ഇവരിതേ കൊച്ചിയിലേക്ക് പോവാൻ ഇറങ്ങണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ലൈക്ക് അടിക്കാൻ എല്ലാവരും മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിച്ചാലാണ് എൻ്റെ ചാനല് എല്ലാവരിലേക്കും എത്തുള്ളൂ, എൻ്റെ വീഡിയോസ്. അപ്പൊ നിങ്ങക്ക് എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായ കൂട്ടുകാര്, ചെറിയൊരു വ്ളോഗാണ് ട്ടോ ഇന്ന് ചെയ്തത്. അപ്പൊ വേറെ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പൊ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.